ഈ ദിവസവും ഞായറാഴ്ച ഞങ്ങൾ ഒരു സിനിമ കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. ഇവിടെ ഹൃദയസാർ പുറത്ത് ഇപ്പുണ്ട്. ബസ്സിന് വന്ന് കയറിയതാണ്. പിന്നെ ഞങ്ങൾ റാപ്പിഡോയിൽ നോക്കിയപ്പം 163 രൂപയ്ക്ക് ക്യാബ് കാണിക്കുന്നുണ്ട്. 169 രൂപ ഓട്ടോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഹൃദയസാറും ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ക്യാബ്. അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്തത് നമ്മുടെ ലൊക്കേഷൻ മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 9.5 കിലോമീറ്ററേ ഉള്ളൂ മാളിലോട്ട്. വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ക്യാബ് എടുത്ത് ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് ഇവിടുന്ന് ഫ്രണ്ടിൽ ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്നതിനൊക്കെ ബസ് അവൈലബിൾ ആണ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നുമില്ല. ബസ്സിലൊക്കെ പോകാൻ സമയമുണ്ട്. ഞങ്ങൾക്ക് 1 മണിക്കാണ് ഞങ്ങളുടെ സിനിമ. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ എടുത്ത് പോകാമെന്ന് പറയുന്നത്. അപ്പം ചെറുതായിട്ട് റാപ്പിഡോ ലാസ്റ്റ് ഞങ്ങൾ പ്ലാൻ മാറ്റി ഞങ്ങൾ ഓട്ടോ എടുക്കാമെന്ന് കരുതി റാപ്പിഡോ ചെക്ക് ചെയ്തപ്പോൾ 169 രൂപ ഓട്ടോയ്ക്ക്, 161 രൂപ ക്യാബിന്. അങ്ങനെ വളരെ റയറായിട്ടൊരു ക്യാബ് കിട്ടി. ഞങ്ങൾ ഭയങ്കര ഗ്രാൻഡായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഈ കാണുന്നതാണ് BRT. നമ്മുടെ പൂനെയിലൊക്കെ ഉള്ള സെൻട്രലിലാണ് അവരുടെ ബസ് സ്റ്റേഷനൊക്കെ. നമുക്ക് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് ഈ ഒരു ട്രാക്കിനകത്തൂടെ അകത്തേക്ക് വരും. സെൻട്രലിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കൊരു പരിധി വരെ കുറവുണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 9.5 കിലോമീറ്റർ ഉണ്ട്. ഹിഞ്ചുവടി എന്ന സ്ഥലത്ത് ഗ്രാൻഡ് സ്ട്രീറ്റ് മാൾ. അവിടെ നമ്മുടെ വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന് പറഞ്ഞൊരു പടം നല്ല റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി കാണാതെ കരുതി ഫസ്റ്റ് ടൈം ഞങ്ങൾ ആ മാളിൽ പോകും. ഓൾമോസ്റ്റ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ മാളും കയറിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടൊരു മാൾ പുതിയതാണ്. സിനിമയും നല്ല റിപ്പോർട്ടാണ്. അങ്ങനെയൊക്കെ ഒന്ന് പോകാതെ കരുതി ഇറങ്ങിയതാണ്. ബാക്കി അവിടെ മാളിലൊക്കെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാളിൻ്റെ ഒരു ഔട്ട് സൈഡ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാബ് ചേട്ടൻ നമ്മളെ മാളിൻ്റെ ഫ്രണ്ടിൽ വളരെ സുരക്ഷിതമായി കൊണ്ടിറക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഒരു മാളിൽ വരുന്നത്. സ്ഥിരം ഞങ്ങളൊരു വെസ്റ്റേൺ മാളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ പോയി സത്യം പറഞ്ഞാൽ ബോറടിച്ചു. അത് ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് അടുത്തുമാണ്. 3 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ മോസ്റ്റ്ലി മലയാളം സിനിമസൊക്കെ അവിടെ റിലീസാകും. അപ്പം ഞാൻ ഞങ്ങളുടെ മാളം, ഇതാണ് മാള്. ഇവിടെ ഏതോ ഒരു സ്ക്രീനിലാണ് നമ്മുടെ മൂവി പ്ലേ ചെയ്യുന്നത്. അകത്ത് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലായിടവും ഈ സെക്യൂരിറ്റി ചെക്കിന് ഉള്ള ഈ എൻട്രൻസ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ തുണിക്കടയും കാര്യങ്ങളും ഒരു വെറൈറ്റി ഉണ്ട്. സാർ എന്നെ ഏതോ ഒരു തുണിക്കടയിലോട്ട് വിളിച്ചുകൊണ്ട് പോവാം. നോക്കാം. ആദ്യം തന്നെ എന്നെ ഒരു തുണിക്കട വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. സാർ എപ്പോഴും മാളിൽ കണ്ടു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് കയറ്റും. പിന്നെ എല്ലാം നോക്കുന്നത് ഇതേപോലെ നോക്കിയിട്ട് പുള്ളിക്കാരനൊന്നും മേടിക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. പുള്ളി ഇച്ചിരി ബ്രാൻഡഡിൻ്റെ ആളാണ്. സാറേ ഒരു ബ്രാൻഡഡിൻ്റെ ആളല്ലേ. ആദ്യത്തെ കട തന്നെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അധികം സ്റ്റാഫൊന്നും ഉള്ളതുപോലെ തോന്നിയില്ല. ഓപ്പണിംഗ് ടൈം ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല കളക്ഷൻസൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കയറി ഈ വഴിയാണ്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പം താഴെ ഒരു ഇതുണ്ട്. പക്ഷേ എസ്കലേറ്റർ ഓണാണ്. പക്ഷെ താഴോട്ട് ഇറങ്ങാനുള്ള വഴി കാണുന്നില്ല. എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിൽ നിന്ന് ഡയറക്റ്റ് ഈ വഴിയാണെന്ന് തോന്നുന്നു മേളിലേക്ക് വരുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് ആ മെയിൻ എൻട്രൻസിലോട്ട് ഇനി പോരും. ഏകദേശം 11:45 ഉള്ളൂ. 1 മണിക്കാണ് ഷോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് കയറാമെന്ന് എഴുതിയിട്ട് ഈ ടോപ്പ് ഫ്ലോർ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു. മുകളിലോട്ടൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. എന്തായാലും മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് കരുതി. ദേശാർ എന്നെയും കളഞ്ഞിട്ട് കയറിപ്പോയി. ഞങ്ങൾ മുകളിലോട്ടൊന്നും ഒരുപാട് ഫ്ലോറൊന്നുമില്ല. പക്ഷേ മുകളിലോട്ട് അത്യാവശ്യം 2-3-4 നിലയുണ്ട്. മുകളിലൊക്കെ എന്താണെന്ന് കാഴ്ചകൾ ഒന്ന് കയറി കണ്ടിട്ട് വരാം. സാർ എന്നെ കളഞ്ഞിട്ടൊരു പോക്കാൻ പോയി. ഞങ്ങളിവിടെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കഴിച്ചിട്ട് കയറാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ പുറത്ത് നോക്കിയപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ഏതെങ്കിലും ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് 1 മണിക്ക് സിനിമ 1 മണിക്കൂറോളം സമയമുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് മൊത്തം കണ്ട് കയറാം എന്നുള്ളൊരു പ്ലാനില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ എസ്കലേറ്ററിൽ കയറി ഓരോരോ നില കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മാളെങ്ങനെ ഉണ്ട്? വെസ്റ്റേൺ മാളിന് എത്രയും വരുമോ? വെസ്റ്റേൺ മാൾ ഇച്ചിരി കൂടെ വലുതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊരു വെറൈറ്റി ഉണ്ട് ഈ മാൾ കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഞങ്ങൾ സ്ഥിരം
വെസ്റ്റ് എൻഡ് മാളിൽ പോയി സിനിമ കാണാറാണുള്ളത്. ഇവിടെ മലയാളീസ് ഒരുപാട് ആ ഏരിയയിൽ വരാറുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മാളിൽ വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. ഓപ്പണാക്കി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും സ്റ്റാഫൊക്കെ വരുന്നേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഓഫാണ് പൂനെയിലും. ആണ് മറ്റേ പിള്ളേരുടെ ഗെയിം സെക്ഷൻ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെയാണ് പടം കാണാൻ പോകുന്നത്. നമ്മളിതുവരെ വന്നതിൽ ഫുഡ് കോർട്ടൊന്നും കണ്ടില്ല, എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി ഇതിനകത്തുനിന്ന് ടിക്കറ്റ് എടുക്കാം. സാർ അതിന് മുമ്പേ നമ്മൾ ഫുഡ് കോർട്ടൊന്നും കണ്ടില്ല. ഫുഡ് കഴിച്ചിട്ട് കണ്ടേ പോവാം. നമ്മളെ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പടം ഫുഡ് കഴിച്ചിട്ട് കയറാനുള്ള പരിപാടിയിലാണ്. അകത്തോട്ടൊക്കെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറൊക്കെയാണ് കണ്ടിട്ട്. ഫ്രണ്ടിൽ തന്നെ കൗണ്ടറുണ്ട്, 2-3 കൗണ്ടറുണ്ട്. വെറൈറ്റി ആയിട്ടൊരു ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഗെയിമിംഗ് സെക്ഷൻ പോലെ വല്ല ആയിരിക്കും. അങ്ങനെ ഒരെണ്ണം കണ്ട്. ഈ PVRന്റെ മേളിലായിരുന്നു ഫുഡ് കോർട്ട്. ടിക്കറ്റ് എടുത്തില്ല. ഇതിൻ്റെ മേളിൽ ഫുഡ് കോർട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഫുഡ് അടിച്ചിട്ട് പിന്നെ പോയി ടിക്കറ്റ് എടുക്കാമെന്ന് കയറി ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ ഫുഡ് കോർട്ട്, ഏറ്റവും ടോപ്പ് ഫ്ലോർ. ഇതാണ് ഫുഡ് കോർട്ട്. മറ്റു മാളിലെ ഞാൻ ഇതേവരെ ഇവിടെ കയറിയത് വെച്ച് മറ്റു മാളിൽ അത്രയും വലുതൊന്നുമല്ല. വലിയ തിരക്കുമില്ല, തിരക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം ഒരു റൗണ്ട് എല്ലായിടവും പോയി നോക്കാം. നമുക്ക് ഫുൾ ഒരു റൗണ്ട് പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. എന്നിട്ട് സെലക്ട് ചെയ്യാം, പിന്നെ ഇരുന്ന് കഴിക്കാം. സാറിനൊരു കാര്യം അറിയാം, ഈ ഫുഡ് കോർട്ട് ഏറ്റവും ടോപ്പിൽ വെച്ചേക്കുന്നത് എന്താണ് മാളുകളിൽ? എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ ഏറ്റവും മേളിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലോറുകളും കവർ ചെയ്ത് കയറി വരും. മോസ്റ്റ്ലി ഞാൻ എല്ലായിടത്തും കാണുന്നത് സെക്കൻഡ് ലാസ്റ്റ് ഫ്ലോറിൽ മൂവി, ഏറ്റവും ലാസ്റ്റ് ടോപ്പ് ഫ്ലോറിൽ ഫുഡ് കോർട്ട്. മക്ഡൊണാൾഡ്, പിസ്സ ഹട്ട് ഉണ്ട്, അതേപോലെ ടോക്കോബെല്ലുണ്ട്. ടോക്കോബെല്ല് ഞാൻ ഒരു തവണ കയറി, എനിക്ക് മതിയായത്. അങ്ങനെ കുറേ ഐറ്റം ഉണ്ട്. KFC പോലുള്ള ഒന്നും കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറേ തപ്പി നടന്നിട്ട് ഒന്നും സെറ്റാവാതെ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് 2 ചോള ഭട്ടൂര ഓർഡർ ചെയ്തു. ഒരെണ്ണത്തിന് ഒരു പ്ലേറ്റ് 220 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സെൻട്രലൈസ്ഡ് AC ഒന്നുമല്ലെന്ന് തോന്നുന്നു. ഇവിടെ 2 വലിയ ഹെലികോപ്റ്റർ ഫാനുകളുണ്ട്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് ഫാനുകളുണ്ട്. എല്ലായിടും ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഇതാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. ഇതാണ് മിസ്റ്റ് ഫാൻ. ഈ ഒരു ബോക്സിനകത്ത് വെള്ളമാണെന്ന് തോന്നുന്നു. അങ്ങനെ മോയ്സ്ചറായിട്ട് കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചോള ഭട്ടൂര വെയിറ്റ് ചെയ്ത് ഏതാണ്ട് 15 മിനിറ്റായി. സംഭവം ഒരു പ്ലേറ്റ് തന്നു. അടുത്ത സാറിൻ്റെ പ്ലേറ്റിന് വേണ്ടി സാറ് വിശന്ന് അക്ഷമനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്നോട് ഇവിടെ മാളിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 20 രൂപയ്ക്ക് നമ്മുടെ 7 ഇത് 20 രൂപയുടെ ബോട്ടിലാണ്. 20 രൂപയുടെ ഈ ബോട്ടിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാളിൽ വന്ന് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഓർഡറും വന്നിരിക്കുകയാണ്. സാറ് വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. കൊള്ളാം കേട്ടോ, അത്യാവശ്യം വയറ് നിറയാനുണ്ട്. നമ്മൾ മറ്റു ഷോപ്പിലെല്ലാം പോയപ്പം ഈ വയറ് നിറയാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. അതായത് ലഞ്ച് ടൈപ്പ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ 1 മണിക്ക് പടത്തിന് കയറി കഴിഞ്ഞാൽ ഏകദേശം 4 മണിയാകും ഇറങ്ങാം. അപ്പോൾ എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് കയറാമെന്ന് കരുതിയാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നേരെ തിയേറ്ററിലേക്ക് പോകുന്നത്. സംഭവം കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. നമ്മുടെ ബ്രൗൺ, ഇതാണ് നമ്മുടെ ചോള ഭട്ടൂരയും അതോടൊപ്പം തന്നെ ഉള്ളിയും അച്ചാറും ഒക്കെ തന്നിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച് 220 രൂപ എടുത്ത് പണി കിട്ടിയെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കൊള്ളാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ഒരു ചെറിയ സീനുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല, പല റേറ്റാണ് ഇവിടുത്തെ ടിക്കറ്റിന്. അത് ഏറ്റവും ഫ്രണ്ട് 2 റോയിൽ 190 രൂപ, പിന്നെ 250, 350, 450. റെക്ലൈനർ സീറ്റൊക്കെ 450 ആണ്. നമ്മളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ ഫ്രണ്ട് റോയിലെ ടിക്കറ്റ് എടുക്കും. തിരക്ക് കുറഞ്ഞ സീറ്റാണെങ്കിൽ എടുത്തിട്ട് പുറയിൽ ഒഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ ആ സീറ്റിൽ പോയി ഇരിക്കുക. അതാ ഇപ്പം നമ്മൾ ഡിസ്പ്ലേ ഒന്ന് നോക്കാമെന്ന് കരുതി എന്തോ സംഭവം. $190 2 ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. പുറയിൽ 250 രൂപയുടെ 3rd റോയിൽ ഒരു റോ ഫുള്ള് കാലിയാണ്. അവിടെ ഇനി പടം തുടങ്ങാൻ 15 മിനിറ്റേ ഉള്ളൂ. അവിടെ ആൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ആൾ വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലിരുന്ന് ബുദ്ധിമുട്ടിയിരുന്ന് പടം കാണും. വാഷ്റൂമും കാര്യങ്ങളും ഇവിടുത്തെ സെറ്റപ്പും ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. സെക്യൂരിറ്റിക്കാരൻ കയറിയപ്പോൾ
ഇതൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. തിയേറ്റർ ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ല. അങ്ങനെ 190 രൂപയുടെ 2 ടിക്കറ്റ് എടുത്ത് ഏറ്റവും ഫ്രണ്ടിലുള്ള. അങ്ങനെ 10-15 മിനിറ്റ് കൂടെ ഉണ്ടായിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറിയില്ല. സാർ അവിടെ നിന്ന് വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ട്. 250ൻ്റെ 3rd റോയിൽ ഒരു റോ ഫുൾ ഒഴിഞ്ഞ് കിടക്കുക. അവിടെ ബുക്കിംഗ് വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കാണാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. വലിയ ബുക്കിംഗ് ഒന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ലാസ്റ്റ് നിമിഷം ആരെങ്കിലും വന്നിരിക്കുമെന്നെങ്കിലേ ഉള്ളൂ. ഷോ സ്റ്റാർട്ടായിട്ട് പതുക്കെ കയറാമെന്ന് കരുതി. കയറിയപ്പം സെക്യൂരിറ്റിക്കാരൻ എന്നോട് പറഞ്ഞു ഇവിടെ ഷൂട്ടിങ് അനുവദീനമല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ ഇവിടെ ഒരു സൈഡിൽ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ബാത്റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. 190 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഫ്രണ്ടിലിരുന്ന് കാണേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ള പേടി. ഉദയ് പറയുന്നത് ഈ പറയുന്ന പോലെയല്ല, ആ റോയിലേക്ക് ആൾ വരും, നമ്മൾ ഫ്രണ്ടിലിരുന്ന് തിങ്ങിരുന്ന് കാണണമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ പടം കാണാൻ വേണ്ടി കയറാൻ പോയാണ്. ബസ്സിലായിരുന്നു നമ്മുടെ ഷോ. 1 മണിയായി ഞങ്ങൾ പടം കാണാൻ വേണ്ടി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതിൻ്റെതായ ഒരു സസ്പെൻസ് ഫീലൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എൻ്റെ കൂടെ ഹൃദയസാറുണ്ട്. ഹൃദയസാർ വിഷമിച്ചാണ് വരുന്നത്. തിയേറ്ററിൽ വന്നു. 2-3 റോയും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഏറ്റവും അടുത്ത സ്ക്രീൻ ഇവിടെ ഏറ്റവും ഫ്രണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. തിയേറ്ററൊക്കെ അത്യാവശ്യം റെഡ് കുഷ്യൻസ്. സാറ് വിഷമത്തിലാണ്. സാറേ വിഷമിക്കണ്ട, സാറേ വിഷമിക്കണ്ട, സെറ്റാക്കാം. സാറ് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ സീനൊന്നുമില്ല. 3rd റോയിൽ ഇരുന്നാലും അടിപൊളിയാണ്. ഇന്റർവെല്ലായി ഞങ്ങള് പോപ്കോണിന്റെ വില നോക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുന്നത്. ഒടുക്കത്തെ തിരക്കാണ്. പടം ഇന്റർവെല്ലായി ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. വിജയ് സേതുപതി പൊളിച്ചിടക്കി. ഒരു സൈക്കോ എഫക്ട് ത്രില്ലർ മൂവി പോലെ ഇന്റർവെല്ലായിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ കാണാൻ വേണ്ടി കട്ട വെയിറ്റിങ്. ഇവിടെ ആണെങ്കിൽ ഒരു കുടിവെള്ളം പോലും വില കുറച്ചില്ല. നമുക്ക് എന്തായാലും ഇന്റർവെൽ കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത്ര പടം അതിനുണ്ടായിരുന്നു. ഇപ്പം അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു തമിഴ് മൂവിയാണ്. ഒരു രക്ഷയും ടെസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് ഫൈറ്റ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നേ. പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. രക്ഷയില്ലാത്തവളാണ്. ഞങ്ങൾ നേരെ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു സ്റ്റാളിലോട്ട് പോയി. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഒരു ബർഗർ കഴിക്കാൻ വേണ്ടി വന്നേക്കോ. കാര്യമായിട്ട് ഇതിൻ്റെ കോംബോ പാക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 പേരും കഴിക്കാൻ പറ്റിയ ഒരു കോംബോ പാക്ക് ഉള്ളത് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടതിൽ വെച്ച് വിലക്കുറവൊക്കെ ഉണ്ട് കോംബോ പാക്കിനായാലും. ഇവിടെ അങ്ങനെ 149ൻ്റെ ഒരു കോംബോ പാക്ക് 2 എണ്ണം ഞങ്ങളെടുത്ത് അങ്ങനെ ഓർഡറൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല ഡിലേ, നല്ല തിരക്കുണ്ട്. ഒരുപാട് പേരുണ്ട്. രാവിലെ കണ്ടതുപോലൊന്നും അല്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. വൈകുന്നേരം എല്ലാവരും പടമൊക്കെ കണ്ട് സൺഡേ ആയതുകൊണ്ട് വൈകുന്നേരം എല്ലാവരും പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയുണ്ട്. തിരിച്ചെങ്ങനെ പോകും എന്നുള്ളൊരു ഡൗട്ടിലിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓർഡർ വന്നത് ഇത്രയും ഐറ്റമാണ്. 2 ബർഗർ, അതല്ല ഇത് കോള, 149 രൂപ. ഉദയ് സാറിന് നല്ലപോലെ വിശന്നിട്ടുണ്ട്. ഉദയ് സാർ ഭയങ്കര ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പുറത്ത് നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുക എങ്ങനെ പോകണമെന്നുള്ളത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട്. മോനെ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മളിവിടെ നിൽക്കുക. എങ്ങനെ പോകുമെന്നൊന്നും അറിയത്തില്ല. ഊബർ വഴി ഞങ്ങൾ മഴയത്തിലൂടെ പെട്ടി ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരു വണ്ടി ബുക്ക് ചെയ്ത് തിരിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാവർക്കും ഞങ്ങൾ റാപ്പിഡോ വഴി ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് 178 രൂപ. നല്ല മഴ പുറത്ത്. ഇതിനകത്താണെങ്കിൽ മറ്റേ താർപ്പ് ഒന്നുമില്ല, സൈഡിൽ ഫുള്ള് വെള്ളം അടിച്ച് ഫുള്ള് വൈബടിച്ച് പൊക്കോണ്ടിരിക്കും.